ഈ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത് ഒരു രാഷ്ട്രീയ അഭിനിവേശമാണോ അതോ ഒരു താര ആരാധനയുടെ ഫലമാണോ കണ്ടത്, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയാണോ? ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ വിജയൻ പറഞ്ഞ പല ഘടകങ്ങളെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഒന്ന്, ജനത ഒരു സിനിമാക്കാരനെ കണ്ടാൽ, പ്രത്യേകിച്ച് അവരുടെ സൂപ്പർ താര പദവിയുള്ള സിനിമാ താരങ്ങളെ കണ്ടാൽ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ. ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് പോലീസുകാർക്കുള്ളതാണ്, IPS ഉള്ളതാണ്. അതിൽ ആദ്യം പറയുന്നത് ക്രൗഡിനെ മനസ്സിലാക്കി വേണം നമ്മൾ ആ മാനേജ്മെന്റ് തുടങ്ങാൻ. തിരുവനന്തപുരത്തുള്ള ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതല്ല മലപ്പുറത്തെ ക്രൗഡിനെ മാനേജ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? കേരളത്തിലെ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതല്ല തമിഴ്നാട്ടിലെ ക്രൗഡിനെ മാനേജ് ചെയ്യേണ്ടത്. തമിഴ്നാട്ടിലെ ക്രൗഡിനെ മാനേജ് ചെയ്യുന്ന പോലല്ല കാശ്മീരിലെ ക്രൗഡിനെ മാനേജ് ചെയ്യുക. ഓരോന്നിനും ഓരോ അവരുടെ ഒരു സൈക്കോളജിക്കൽ, ഒരു ജിയോഗ്രാഫിക്കലൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ തമിഴ് ജനതയ്ക്കുള്ള പ്രശ്നം, ഇത് അവരിതൊരു ഹിസ്റ്റീരിയ പോലെ ആക്കിക്കളെ, ഒരു ഭ്രാന്ത് പോലെ ആക്കിക്കളെ. ഇപ്പോൾ MGR വന്നപ്പോൾ അങ്ങനെയായിരുന്നു, ജയലളിത പിന്നെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു, രജനീകാന്തിനെ കണ്ടാൽ പിന്നെ പറയണ്ട. അതുപോലെയാണ് ഈ വിജയ്. എന്നോട് പലരും ചോദിക്കുമായിരുന്നു, ഈ വിജയ് വിചാരിച്ച വോട്ട് മറിയുമെന്ന്. ഞാൻ പറഞ്ഞു വോട്ട് മറിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് തർക്കിക്കുമായിരുന്നു. കമലഹാസൻ വിചാരിച്ചിട്ട് നടന്നില്ല, വിജയകാന്ത് വിചാരിച്ചിട്ട് നടന്നില്ല, ഇനിയിപ്പോൾ വിജയ് വന്നിട്ട്. ഞാൻ പറഞ്ഞു കമലഹാസൻ അല്ല വിജയ്, വിജയകാന്ത് അല്ല വിജയ്, അതൊരു ചെറിയ MGR ആണ്, നിങ്ങൾ നോക്കിയോന്ന് പറഞ്ഞു. ഏതാണ്ട് ക്രൗഡ് അതുപോലെയാണ് വരുന്നത്. ക്രൗഡ് ഹിസ്റ്റീരിയ ബാധിച്ചിരിക്കുകയാണ്. ഇയാളെ കാണുമ്പം ഇളകി മറിയുകയാണ്. സമുദ്രം എങ്ങനെ പിന്നെ ചന്ദ്രനെ കണ്ട് ഈ ഗ്രഹണ സമയത്ത് മാറുമോ അതുപോലെയാണ്. ഈ അലയടിക്കുകയാണ് തിരമാല പോലെ ജനങ്ങൾ. അതെങ്ങനെ വരുന്നു? നമ്മളല്ലാതായി മാറി. ചിലർക്കൊരു ഇൻഫ്ലുവൻസ് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇതൊരു ഭ്രാന്തമായ ഇൻഫ്ലുവൻസ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലാണെങ്കിൽ വരില്ല. കേരളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇനി വേറെ ആരെങ്കിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ നിർത്തി ഒരു വണ്ടിക്കകത്ത് വിട്ടാൽ പോലും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു ആവേശം ആള് വരും. ആള് വന്ന് രണ്ട് സൈഡിൽ നിൽക്കും, ടാറ്റ പറയും, എല്ലാം ചെയ്യും. പക്ഷെ ഇതുപോലത്തെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, തിരമാല ഉണ്ടാവില്ല. ജനസാഗരം നമ്മൾ പറയില്ലേ, ആ ജനസാഗരം ഉണ്ടായാലും കുഴപ്പമില്ല. സാഗരത്തിന്റെ തിരമാലകളായി മാറുകയാണ്. ഇയാളെ കാണുമ്പോൾ, ദളപതിയെ കാണുമ്പോൾ, ഇപ്പൊ ചിന്ന ദളപതി മാറി, അതറിയാമല്ലോ, ഇപ്പൊ ദളപതിയാണ് എന്ന് വെച്ചാൽ അതിനേക്കാൾ വളർന്നുപോയി. അത്രയ്ക്ക് വലിയ ഫിഗറാണ്, സംശയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇയാൾക്ക് ആളുകളെ ഇളക്കി മറിക്കാനുള്ള കഴിവ് ഭയങ്കരമാണ്. അങ്ങനെ കഴിവുള്ള ആൾ വോട്ട് മറിക്കും, യാതൊരു സംശയവും വേണ്ട. ഇതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ ദളപതിയെ ഭയക്കുന്നത്. പ്രത്യേകിച്ച് DMK-യുടെ അടിവേരിളക്കാൻ ദളപതിക്ക് കഴിയും. അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരം. ഒരു പക്ഷേ ഇത് അവർ ചില സൂചനകളെ കൊടുത്തു, അതായത് പോലീസ് വഴി സൂചനകളെ കൊടുത്തു, ഇത്തരത്തിൽ നടത്താൻ പാടില്ല, നോട്ടീസുകൾ കൊടുത്ത് വിട്ടെങ്കിലും ഇയാളും അത് കേട്ടില്ല. ഇയാളുടെ വിവരക്കേടുമുണ്ട്. അത് പൊളിറ്റീഷ്യൻ്റെ പക്വത വരാത്തതിൻ്റെ കുഴപ്പമാണ്. ആ തരത്തിലുള്ള കാര്യങ്ങൾ അറിവില്ല. ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഇദ്ദേഹം ഇത് വളരെ സൂക്ഷിച്ചാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഒരു പൊളിറ്റീഷ്യനേ ഉള്ളൂ. അതൊരിക്കലും ഒരു സിനിമാ താരത്തിന് ഉണ്ടാവണമെന്നില്ല, സ്പോർട്സ് താരത്തിന് ഉണ്ടാവണമെന്നില്ല. അവർ ആവേശത്തിൽ ഇങ്ങനെ കളിപ്പിച്ച് നിർത്തും. ഇത് വിജയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. പോലീസ് നിർദ്ദേശങ്ങൾ തരുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പാലിച്ച് പോകാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഇദ്ദേഹം ശ്രമിച്ചിരുന്നത് മറ്റൊന്നാണെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ചെറിയ ജംഗ്ഷനിലൊക്കെ ഇച്ചിരി ആൾ കൂടട്ടെ, അവിടെ ഇച്ചിരി തെക്കും തിരക്കും വരട്ടെ, 4 പേര് ബോധം കെട്ട് വീണു എന്ന് പത്രത്തിൽ വരട്ടെ. അതും എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. വിജയ് എവിടെ പോയാലും അവിടെ 4 പേര് ബോധം കെട്ട് വീഴുന്നു, അത്രയ്ക്ക് വലിയ തിക്കും തിരക്കും, ജനങ്ങൾ ഇല്ലെങ്കിൽ ആരും അതങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പം അതുകൂടെ ആഗ്രഹിച്ചിരുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. ഇനി വിജയുടെ ടീം തിരിച്ചാണ് പറയുന്നത്, വിജയെ എങ്ങനെയെങ്കിലും വെട്ടിലാക്കണം. ഇപ്പം അഴിമതി പറഞ്ഞ് വെട്ടിലാക്കാൻ നോക്കില്ല, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം പിടികൂടാൻ നോക്കില്ല. അപ്പം വിജയെ പിടികൂടാൻ പിന്നെ ഒരു മാർഗമുള്ള ഏതാ? ഇത്തരത്തിലുള്ളൊരു ട്രാപ്പാണ്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥ വന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അത് സത്യവുമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം പോലീസിൻ്റെ, പ്രത്യേകിച്ച് IPSകാർക്ക് വളരെ ശക്തമായ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങാണ് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്രൗഡ് മാനേജ്മെൻറ്റിൽ 5-6 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, ക്രൗഡിനെ സെഗ്മെൻ്റായിട്ട് തിരിക്കണം. പിന്നെ അവിടെ എങ്കിലേ അവർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് ഓടിക്കയറി 10 പേരെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ആംബുലൻസ് കൊണ്ടിട്ടുകൊണ്ട് കാര്യമില്ല. ഇവിടെ കുറേ ആംബുലൻസുകൾ കൊണ്ടിട്ടിരുന്നു. പക്ഷേ ആംബുലൻസുകൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൂവ് ചെയ്യാൻ പറ്റട്ടെ, അത് പറ്റാത്ത സാഹചര്യം.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിജയുടെ വണ്ടി പോലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. അതിനിടെ കൂടെ വിജയ് വണ്ടി കയറ്റാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ വിജയ് പറയേണ്ടതാണ് ഞാൻ വണ്ടി ഇറക്കുന്നില്ല. കാരണം വണ്ടി ആന വിരണ്ടോടുന്ന പോലെയാണ് ഈ വണ്ടി വന്ന് കയറുമ്പോൾ ജനം രണ്ട് സൈഡിലേക്ക് ഈ തിരമാലകൾ, ജനങ്ങളുടെ സാഗരം അങ്ങനെ മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് തന്നെ ഒരു സ്റ്റാമ്പേഡിന് കാരണമാണ്. ഒരു മനുഷ്യനെ ഞെക്കി ഞെരുക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ പലരും പറയുന്ന 11 മണിക്ക് മുതലേ ആളിലിരിക്കുകയാണ് 3 മണിക്ക് വരുന്ന വിജയ്ക്ക് വേണ്ടി. ഇന്നലെ ചിലർ പറഞ്ഞ 6 മണിക്ക് ആളിലെത്തിയെന്നാണ്. എന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ചില ഷെഡിന്റെ ഒക്കെ മരത്തിന്റെ മുകളിൽ ഷെഡ്, ഈ പ്ലാസ്റ്റിക് ഫൈബറിന്റെ ഷീറ്റ് വെച്ച ഷെഡിന്റെ മുകളിലൊക്കെ ആള് കയറിയിരിക്കുക. അതിരിഞ്ഞ് വീഴാൻ ഇതൊന്നും പോലീസ് ശ്രദ്ധിച്ചേ ഇല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പോലീസ് എത്രയാണ് അവിടെ വന്നതെന്ന് നോക്കിയാൽ മനസ്സിലാവും. 1000 പേർക്കെങ്കിലും ഒരു പോലീസ് ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലായിരുന്നു. 1000 പേർക്ക് ഒരു പോലീസ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വലിയൊരു താര ആരാധനയൊക്കെ ഉണ്ടെങ്കിലും അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ വീട്ടിലിരുന്ന് ലൈവ് കാണാമല്ലോ എന്ന് പറഞ്ഞിരിക്കും. ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഹിസ്റ്റീരിയ. അവർക്ക് തമിഴ് ജനതയ്ക്കുള്ള ഒരു പ്രത്യേകത ഏതാണ്? അവർക്ക് ആവേശം വന്നാൽ അവർ എല്ലാം മറന്ന് രംഗത്തിറങ്ങും. ഡാൻസ് ആയാലും അവരുടെ പാട്ടായാലും അവരുടെ ഉത്സവങ്ങളായാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മതി മറന്ന് ഇറങ്ങുന്ന, മനസ്സ് ഇളക്കി മറിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. അപ്പം അവരുടെ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണണം. മലയാളിയുടെ രീതി പോലെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്രൗഡ് മാനേജ്മെന്റിൽ അത് പ്രധാനമാണ്. അല്ല, ഈ ആൾക്കൂട്ടത്തിൽ സ്റ്റാലിൻ വിരളി പിടിച്ചിരുന്നു അല്ലേ? ഭയന്ന് കറങ്ങിപ്പോയി. പലരും വിചാരിക്കുന്ന പോലല്ല, ഉള്ളിലിരുന്ന് വിങ്ങുകയായിരുന്നു. കാരണം ഇയാൾക്കറിയാം എങ്ങനെയാണ് MGR വന്നതെന്ന് സ്റ്റാലിനറിയാം, എങ്ങനെയാണ് ജയലളിത വന്നതെന്ന് സ്റ്റാലിനറിയാം. അതിനേക്കാൾ തരംഗം ഉണ്ടാക്കിക്കൊണ്ടാണ് വിജയ് വരുന്നതെന്നും അദ്ദേഹത്തിനറിയാം. ഈ കരൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് മാത്രമാണ് ഈ ജനക്കൂട്ടം. അതുപോലെ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഇതുപോലെ 92 സ്ഥലത്തല്ലേ പുള്ളി പ്ലാൻ ഇട്ടിരുന്നത് ഇത് പോകാനായിട്ട്. 92 ദിവസമായിട്ട് ഇങ്ങനെ ഈ യാത്രക്കല്ലേ പ്ലാൻ ഇട്ടിരുന്നത്. അത് തമിഴ്നാടിനെ ഇളക്കി മറിക്കുകയും വോട്ട് മറിക്കുകയും ചെയ്തതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനൊരു സന്ദർഭം നോക്കിയിരിക്കുകയായിരുന്നു സ്റ്റാലിൻ എന്നും കൂടെ പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇയാളെ പൂട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇയാളെ പൂട്ടാൻ പറ്റുമോ? അതും സ്റ്റാലിന് അനുഭവമുണ്ട്. പണ്ട് ജയലളിതയെ മുടിക്ക് കുത്തിപ്പിടിച്ച് അസംബ്ലിക്കകത്തിട്ട് വലിച്ചതുകൊണ്ട് അവർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അതിനേക്കാൾ പിന്നീട് അടുത്ത തവണ അതിനേക്കാൾ ശക്തിയോടെ കൂടി വന്നു. അപ്പൊ അതേ ഇഫക്റ്റ് ഇയാൾക്കും ഉണ്ടാവാം. മനസ്സിലായില്ലേ? ഇയാൾ ചിലപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇയാളെ തടുത്തു നിർത്തിയ വേറെ പ്രശ്നം. എന്നെ ജനങ്ങളിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കളെ. അപ്പൊ അത് സ്റ്റാലിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ സ്റ്റാലിന്റെ ഒരു തന്ത്രം ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ടോട്ടൽ ക്രൗഡ് മാനേജ്മെന്റ് ഫെയില്യൂർ ആയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കേണ്ട ഒരു വിഷയമാണ്. വിജയ്ക്ക് തിരിച്ചടി ഉണ്ടാകും ഇതിനകത്ത്. വിജയ്ക്ക് താൽക്കാലികമായ തിരിച്ചടിയാണ്. കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതായിപ്പോൾ. കാരണം ഇത്തരം യോഗങ്ങളിൽ നടത്താൻ ഒരു ഗവൺമെന്റ് സമ്മതിക്കില്ല, ഇനി കോടതി പോലും സമ്മതിക്കില്ല. നിങ്ങൾ നോക്കിയോ, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇതിനകത്ത് ഇടപെടണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഇടപെടും എന്നാണ് എൻ്റെ വിശ്വാസവും. സ്വമേധയാ കേസെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കും. കാരണം ഈ രീതിയിൽ കൊണ്ടുപോകാൻ പാടില്ല. റോഡുകൾ സഞ്ചാരത്തിനുള്ളതാണ്. കേരള ഹൈക്കോടതി എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അതെ, റോഡുകൾ സഞ്ചരിക്കാനുള്ളതും ഫുട്പാത്തുകൾ കാൽനടക്കാരന് സഞ്ചരിക്കാനുള്ളതാണ്. നിങ്ങൾ മൈതാനങ്ങൾ ഉണ്ടാക്കണം. ഞാൻ റെസിഡൻസ് സ്റ്റേഷൻ്റെ പ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ, സംസ്ഥാനത്തെ പ്രസിഡന്റായും ജില്ലയിലെ പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ സർക്കാരിന് നിവേദനം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നഗരത്തിൽ ഒരു സമരവേദിയും സമരവീഥിയും വേണമെന്ന്. ആ റൂട്ടും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് MG റോഡ്, മെയിൻ റോഡിന് തടസ്സം വരാത്ത വിധത്തിൽ ഇത് പോകാനായിട്ടുള്ള സംവിധാനം എങ്ങനെ ഉണ്ടാക്കാം, എവിടെ സമരവേദി ഉണ്ടാക്കാം, എവിടെ സമരവീഥി ഉണ്ടാക്കാം എന്ന് ഞാൻ കൊടുത്തിരുന്നതാണ്. ആരും കേട്ടില്ല. ഇപ്പോഴും ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും അത് തടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് തമിഴ്നാട്ടിലല്ല, ഇന്ത്യ മുഴുവൻ ഇത് ബാധകമാക്കണം. അതാണ് നമ്മൾ സുപ്രീം കോടതി കേസെടുക്കണം എന്ന് പറഞ്ഞത്. ഒരു നഗരത്തിലെ റോഡുകൾ ഇതുപോലത്തെ പരിപാടികൾക്കായിട്ട് വെക്കരുത്. അതിനൊക്കെ ഓരോ ജംഗ്ഷനിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ഏരിയ രാഷ്ട്രങ്ങളിലൊക്കെ അതുപോലെ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലൊക്കെ അവർക്ക് കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇതുപോലെ ഓപ്പൺ സ്പേസ് ഉണ്ടാക്കി വെക്കണം നമ്മൾ. ഓരോ നഗരത്തിലും 5-10 ഓപ്പൺ സ്പേസുകൾ ഉണ്ടാക്കണം. അവിടെയൊക്കെ കുട്ടികൾ കളിക്കാം, രാഷ്ട്രീയ പാർട്ടിക്ക് യോഗം നടത്താം, സാമൂഹ്യ സംഘടനകൾക്ക് പരിപാടികൾ നടത്താം, ഉത്സവങ്ങൾ നടത്താം. ഈ ഉത്സവങ്ങളൊക്കെ തെരുവിലിറങ്ങിയല്ലേ നമ്മുടെ ഉത്സവങ്ങളെല്ലാം. ഇതെല്ലാം നിരോധിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. അല്ല, തമിഴ്നാട്ടിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അമ്പലങ്ങളിലും ഇതുപോലെ വലിയൊരു
ഭക്തിയേറി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ആവേശമുള്ളൊരു ജനതയാണ്. ആവേശം നല്ലത് തന്നെയാണ്. അത് ചിലരുടെ വൈബ്രന്റ് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ട്രഡീഷണലി അങ്ങനെ വരുന്നതാണ്, മനസ്സിലായില്ലേ? ആ മനസ്സ് ഇളകി കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചാൽ നിൽക്കുകയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്രൗഡ് മാനേജ്മെന്റിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ക്രൗഡ് സൈക്കോളജി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ പ്രദേശത്തെയും ക്രൗഡിനൊരു സൈക്കോളജി ഉണ്ട്. ആ ക്രൗഡ് സൈക്കോളജി അറിഞ്ഞു വേണം പോലീസുകാർ പ്രവർത്തിക്കാൻ. പോലീസിന് ഇവിടെ നിഷ്ക്രിയമാകേണ്ടി വന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾക്കൊരു അപകടം, ഹെലികോപ്റ്ററിൽ വന്നിട്ട് പിന്നെ കയറ് കെട്ടി ഇറങ്ങി ഒരാളെ പിടിക്കാൻ പോയാൽ പോലും പറ്റില്ല. കാരണം നമ്മൾ വേറെ തലയിലോട്ടല്ലേ വീഴുന്നത്. ഹെലികോപ്റ്ററിൽ ഞാനിപ്പോൾ ചാടുകയാണെങ്കിൽ ഒരുത്തൻ്റെ തലയിലോട്ടാണ് ഞാൻ ചാടുന്നത്. അവന് അപകടം ഉണ്ടാകുന്നല്ലാതെ അവിടെ അവൻ്റെ കാലിൻ്റെ അടിയിൽ കിടന്ന് ഞെരുങ്ങുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. എത്ര പേര് കാലിൻ്റെ അടിയിലായിപ്പോയെന്നറിയാമോ? ഇത് ഒരാൾ വീണ് പോയാൽ തീർന്നു. ക്രൗഡിനിടയ്ക്ക് ഒരാൾ വീണ് പോയാൽ അവനെ 10,000 ചവിട്ടി മെതിക്കും. പിന്നെ അവൻ്റെ കാര്യം പോക്കണം. അതാണ് വീഴാതെ നോക്കണം. ക്രൗഡ് മാനേജ്മെന്റിലെ ക്രൗഡിലെ പോകുന്ന ഒരാളാദ്യം ശ്രദ്ധിക്കണം. താൻ വീണു പോയാൽ തീർന്നു, പിന്നെ എണീക്കാൻ പറ്റില്ല. അതിങ്ങനെ വന്നിങ്ങനെ നമ്മളെ ഞെരുക്കുന്ന പോലെ ഞെരിക്കൊണ്ടിരിക്കും. ഒരിക്കലും പിന്നെ നമുക്ക് എണീക്കാൻ പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. ക്രൗഡിൽ അത് പറയേണ്ടതാണ്. ക്രൗഡിലേക്ക് പോകുന്നിടത്ത് പറയേണ്ടതാണ്. നിങ്ങൾ വീഴാതിരിക്കാൻ നോക്കണം, നിങ്ങൾ കൂടുതൽ ആളുകൾ ഒന്നിച്ച് നിൽക്കാതിരിക്കാൻ നോക്കണം. പിന്നെ വിജയ് വേറൊരു മണ്ടത്തരം കൂടെ കാണിച്ചു. വിജയുടെ വണ്ടി വന്നപ്പോഴേ 2 സൈഡിലോട്ട് ജനങ്ങൾ ഇങ്ങനെ പോവില്ലേ, അത് വലിയ അപകടമല്ലേ? അത് കഴിഞ്ഞിട്ട് അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടും പുള്ളി ഒരു കാര്യം ചെയ്തു, കുപ്പി എടുത്ത് എറിഞ്ഞു കൊടുക്കുക. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളത്തിന് കൊതിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ എറിഞ്ഞു കൊടുക്കുന്നത് എത്ര കുപ്പിക്ക് ലിമിറ്റേഷൻ ഇല്ലേ? 10,000 നിൽക്കുന്നിടത്തേക്ക് കുപ്പി എറിഞ്ഞാൽ എത്ര കുപ്പി എറിയാൻ പറ്റും? 10 കുപ്പി. അത് പിടിക്കാനായിട്ട് ജനങ്ങൾ, പിന്നെ അതിനായി മത്സരം. ഇതെല്ലാം പിന്നെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിപ്രായം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സ്വമേധയാ കേസെടുത്ത്, ഈ സുപ്രീം കോടതി തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ മുഴുവൻ റോഡിൽ ഇറങ്ങിയുള്ള ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കുന്നതിന്. അതല്ലെങ്കിൽ അവിടെ റോഡ് ബ്ലോക്കിംഗ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇപ്പം പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, റോഡ് ബ്ലോക്ക് ചെയ്യുക. ആ സന്ദർഭത്തിൽ റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് എല്ലാ സേഫ്റ്റിയും വെച്ചുകൊണ്ട് ആംബുലൻസിന് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പിന്നെ ജനങ്ങളെ സെഗ്മെൻ്റായിട്ട് തിരിക്കണം. ഇങ്ങനെ ഒരു 10,000 പേര് നിൽക്കാൻ പാടില്ല. അവിടെ ഒരു 2,000 പേര് 1,000 പേര് നിൽക്കുന്ന ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് സെഗ്മെന്റുകൾ തിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു 1,000 പേരുള്ളിടത്ത് ഒരു അപകടം ഉണ്ടായാൽ നമുക്ക് എങ്ങനെയെങ്കിലും പോലീസുകാർക്ക് ഇടിച്ച് കയറി വകഞ്ഞു മാറ്റി ആളിനെ പുറത്തെടുത്തുകൊണ്ടിരാൻ പറ്റാം. ഇത് 10,000 നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും? കയറുന്ന പോലീസുകാരനും കൂടെ ചിലപ്പോൾ ചവിട്ടി മതിച്ച് ഇതിൻ്റെ അടിയിലായിപ്പോകും. ഇതിന് ശക്തമായൊരു നിയമം വേണം. നിയമം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി ഉണ്ടാക്കിയ നിയമത്തെ തെറിപ്പിച്ച അനുഭവമാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ പലയിടത്തും ഇതൊക്കെ തന്നെ നയിക്കുന്നത്. സുപ്രീം കോടതി ഇടപെട്ട് സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരണമെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.